ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാതവചന ധ്യാനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയുടെ നെരിപ്പോടിൽ എരിയുമ്പോൾ, നിലവിളിയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഒരു പ്രവൃത്തി അയച്ചാൽ അത് ആയുഷ്കാലത്തോളം മറക്കുവാൻ കഴിയുമോ? ആ കുടുംബത്തിനോ ആ വ്യക്തിക്കോ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകുവാൻ കഴിയുകയില്ല. ഇന്ന് നാം ചിന്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടതായ വേദഭാഗമാണ്. നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. എലീശ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ്റെ ഭാര്യ വന്ന് തൻ്റെ സങ്കടം പറയുന്നതാണ് രംഗം. പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. നല്ല ഒരു ദൈവഭക്തനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. തൻ്റെ മക്കളെ 2 പേരെയും കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടു പോകുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു പക്ഷേ ദൈവികമായ ശുശ്രൂഷയിൽ ശ്രദ്ധിച്ചിരുന്നതായ ആ ദൈവമനുഷ്യൻ തൻ്റെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടതായ ഭൗതിക നന്മകൾ കരുതിയിരുന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ളതായ കാര്യങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചു. കടഭാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. 1-ാം സ്ഥാനം ദൈവിക ശുശ്രൂഷയ്ക്ക് അദ്ദേഹം കൊടുത്തു. ഇതുപോലെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നതായ അനേക വ്യക്തിജീവിതങ്ങൾ ഉണ്ട്. ഇവിടെ ഈ സഹോദരി വന്ന് വളരെ തൻ്റെ കഷ്ടപ്പാടുകൾ പ്രവാചകനെ അറിയിക്കുകയാണ്. പ്രവാചകൻ അവളോട് ചോദിച്ചതായ ചോദ്യം ഇതാണ്: വീട്ടിൽ നിനക്ക് എന്താണ് ഉള്ളത്? ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അല്പമെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടോ? 2-ാമത്തെ ചോദ്യം ഇതാണ്: ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ആദ്യത്തേതിന് അവൾ മറുപടി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ ഇരിപ്പുണ്ട്. 2-ാമത്തേതിൽ അവൾ മൗനം പാലിച്ചു. പ്രവാചകൻ അവൾക്ക് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. നീ വീട്ടിലേക്ക് ചെന്ന് അയൽവാസികളോടൊക്കെയും കാലിപ്പാത്രങ്ങൾ വായ്പ വാങ്ങുക. അവയുമായി നിന്റെ ഒരു ഭരണി എണ്ണയിരിക്കുന്നതായ ആ മുറിയിലേക്ക് കടക്കുക. നിറയുന്നത് നീ പകർന്നു വയ്ക്കുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. അതെ, അവൾ അതനുസരിക്കുവാൻ തയ്യാറായി. പ്രശ്നങ്ങൾ ഉള്ളവർ ദൈവികമായ വഴികളിൽ മുൻപോട്ട് പോകുമ്പോൾ അനുസരണക്കേട് കാണിക്കരുത്. അനുസരിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കുക. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായിത്തീരും. അവിടെ പ്രവാചകൻ പറഞ്ഞതായ വാക്കുകൾ അവൾ അതേപടി അനുസരിച്ചു. തൻ്റെ മക്കളുമായി ആ മുറിയിൽ കടന്നു, വാതിലടച്ചു, പകർന്ന് വയ്ക്കുകയാണ്. അവൾ ഒടുവിൽ തൻ്റെ മകനോട് ചോദിച്ചു, ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരിക. മകൻ പറഞ്ഞു, പാത്രം തീർന്നുപോയി. ആ സമയത്ത് എണ്ണ നിന്നുപോയി. പ്രവാചകൻ അവളോട് പറഞ്ഞു, ഈ എണ്ണ വിറ്റ് നിന്റെ കടമെല്ലാം വീട്ടുക. ബാക്കിയുള്ളതായ തുക കൊണ്ട് നിങ്ങൾ ഉപജീവനം കഴിച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, എല്ലാവർക്കും പ്രശ്നമുണ്ട്. എന്നാൽ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവസന്നിധിയിലേക്ക് ഓടിയെടുക്കണം. ദൈവത്തോട്, വലിയ പ്രവാചകനായ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ, അങ്ങയുടെ വേലക്കാരാകുന്ന ഞങ്ങൾ, ദൈവികമായ ശുശ്രൂഷയിൽ നിന്ന ഞങ്ങൾ ഈ പ്രതിസന്ധിയുടെ സമയത്ത് എന്ത് ചെയ്യണം? കർത്താവ് ചോദിക്കുന്നതായ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എന്താണ് കൈവശമുള്ളത്? ദൈവഭക്തിയല്ലാതെ, ദൈവത്തോടുള്ളതായ അനുസരണവും സ്നേഹവുമല്ലാതെ ഒന്നും ഞങ്ങളുടെ കരങ്ങളിൽ ഇല്ല. കർത്താവ് പറയുന്നു, അത് മതി. അത് കൂടുതൽ പകരുമ്പോൾ നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ എനിക്ക് കഴിയും. ആ സ്ത്രീയുടെ അഥവാ പ്രവാചക ശിഷ്യൻ്റെ കുടുംബത്തിൽ വെളിപ്പെട്ട ആ വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ദൈവവുമായിട്ട് അടുത്തു നിൽക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവികമായി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതവും പകലും അവർക്ക് അനുഗ്രഹമായി മാറട്ടെ. തൃക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.